ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവരെ നമുക്ക് സ്തുതിക്കാം. ആണ്ടവരെ നമുക്ക് അവൻ്റെ മുമ്പിൽ വന്ന് അവൻ്റെ വചനം നമുക്ക് കേൾക്കാം. അവൻ എന്നാ നമ്മളോട് ഇന്ന് പേശുന്നത് നമുക്ക് തിരിയാം, നമുക്ക് വിസാരിക്കാം. നമ്മൾ ഇന്ന് ഈ എപ്പിസോഡ് 61 താൻ നമ്മൾ ഇന്ന് കേൾക്കുന്നത്. നമ്മൾ ആ എപ്പിസോഡ് 61 നമുക്ക് ആണ്ടവർ എന്നാ നമ്മളോട് പേശത് എന്ന് നമുക്ക് ഒന്ന് വിസാരിച്ചിടാം. ഈ എപ്പിസോഡിൽ 10-ാം വാക്യം താൻ നമ്മൾ വിസാരിക്കാൻ പോകുന്നത്. 9-ാം വാക്യം നമ്മൾ നേരത്തെ വിസാരിച്ചാച്ചേ. അങ്ങേ നമ്മൾ എന്നെ പാത്താച്ചേ അങ്ങേ യജമാനോട് പേശുന്ന കാര്യം നമ്മൾ കേട്ടാച്ചേ. ഇന്ന് 10-ാം വാക്യത്തിൽ ഇங்கே என்ன சொல்லுது? ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഇங்கே சொல்லுது നിങ്ങൾ എന്നാ பண்ணണം? ആണ്ടവരുടെ അമിത ബലം. ആണ്ടവരുടെ ബലം നമുക്ക് தெரியும். നമുക്ക് മനുഷ്യന്റെ ബലം നമുക്ക് தெரியும். അതേപോലെ ഇங்கே ആണ്ടവരുടെ അമിത ബലത്തിൽ നമ്മൾ എന്നാ பண்ணണം சொல்லுது. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. നമ്മൾ ആണ്ടവരിലും ആണ്ടവരുടെ അമിത ബലത്തിലും ശക്തിപ്പെടും. ഇംഗ്ലീഷിൽ എന്നാ சொல்லுது? Finally, my brethren, be strong in the Lord and in the power of His might. നിങ്ങൾ ദൈവത്തിൽ നമ്മൾ ശക്തിപ്പെടുവിൻ. அதுதான் இங்கே சொல்லுது my brethren, be strong in the Lord. നീ ആണ്ടവരിൽ നീ ശക്തിപ്പെടണം. ആണ്ടവരിൽ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ കാര്യം നമ്മൾ എന്നെ പാക്കുന്നത്. നമ്മൾ ആണ്ടവർ ശക്തിപ്പെട്ടാൽ അത് മറ്റുമല്ല, ആൻഡ് ദ പവർ ഓഫ് ഹിസ് മൈറ്റ്, അവൻ്റെ നമ്മൾ വാസിക്കുന്നത് അവൻ്റെ അമിത ബലത്തിൽ, അവൻ്റെ ബലത്തിലും അവൻ്റെ കർത്താവിലും, അതായത് കർത്താവിലും ശക്തിപ്പെടണം. അതായത് ആണ്ടവരിലും ശക്തിപ്പെടണം. അത് മറ്റുമല്ല, അവൻ്റെ ബലത്തിലും ശക്തിപ്പെടണം. നമുക്ക് രണ്ട് കാര്യം നമുക്ക് എപ്പം ബലം கிடைக்கும்? നമുക്ക് ബലം கிடைക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ பண்ணണം? ആണ്ടവരിൽ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ആണ്ടവർ വിശ്വസിച്ചാൽ மட்டுം താൻ ആണ്ടവരിൽ നാം ബലപ്പെടും. ആണ്ടവരിൽ നമ്മൾ ബലപ്പെടും. ഇங்கே തന്നെ சொல்லி നമ്മൾ എന്നാ 10-ാം വാക്യത്തിൽ കർത്താവിലും ആണ്ടവരിലും, അതായത് ആണ്ടവരിൽ, അത് നമുക്ക് ആണ്ടവരിൽ എപ്പോഴും ബലപ്പെടാൻ പറ്റും? ആണ്ടവരിൽ വിശ്വസിക്കണം. സിമ്പിൾ കാര്യം. നീ നമ്മൾ ഒരു ഗൺ പിടിച്ചേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കണം. അത് ഫയർ ചെയ്ത് ആ മുമ്പിൽ വരുന്ന ശത്രുവിനെ കൊന്നിടുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ എന്നെ പണം നമ്മൾ അതിൽ വിശ്വസിച്ചിട്ട് നമ്മൾ ആ ഗൺ അത് യൂസ് ചെയ്യണം. ഗൺ എത്ര ഇരിക്കുക? ചിന്ന ഗണ്ണ് താൻ. പെരിയ ഗണ്ണ് ഇരിക്കുക. ഞാൻ പെരിയ ഗണ്ണിനെ പറ്റി ചിന്ന ഗണ്ണ് താൻ. പക്ഷെ ആ ഗണ്ണ് വെച്ച്, അതായത് അത് വെച്ച് നമ്മൾ ഷൂട്ട് പണ്ണുമ്പോൾ നമ്മുടെ പക്കത്തിലിടുന്നവരെ നമ്മൾ അത് കൊന്നിടും. അതേപോലെ ആണ്ടവര് നമ്മുടെ മുമ്പിൽ നമുക്ക് ചിന്നതായി നമ്മൾ വിചാരിച്ചിടാം. എന്നാൽ ആണ്ടവർ പെരിയവൻ താൻ. നമ്മൾ നല്ലപോലെ വിചാരിച്ചിട്ട് ആണ്ടവർ ആര് താൻ? പെരിയവർത്തൻ. അവനിൽ നമ്മൾ വിശ്വസിക്കണം. അവനിൽ വിശ്വസിക്കുമ്പോൾ താൻ നമുക്ക് എന്നാ கிடைക്കും? അവൻ്റെ ബലം നമുക്ക് கிடைക്കും. നമ്മൾ ആ ഗണ്ണിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും? നമുക്ക് ആ വിശ്വാസത്താൽ നമുക്ക് നമ്മുടെ ചിന്ന വിരൽ, അതായത് ഈ ഫിംഗർ താൻ അല്ലെങ്കിൽ ചൂണ്ടുവിരൽ താൻ അതിൽ വെച്ച് നമ്മൾ അമക്കുമ്പോൾ എന്നെ പറ്റും? ഒരു ചിന്ന വിരൽ അത് മുന്നിലുള്ള ആളെ കൊന്നിടും, അല്ലയാ? അതേപോലെ നമുക്ക് ആണ്ടവരെ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യാം? നമ്മൾ ചെയ്യുന്ന കാര്യം സാധിക്കും. കാരണം നമുക്കതിൽ വിശ്വാസം വേണം. നമ്മുടെ കയ്യിൽ ഗണ്ണിരിക്കുക, അത് ഒന്നും ചെയ്യാൻ മുടിയാതെ. ഇത് ചിന്ന കാര്യം. ഒരു പെരിയ മനുഷ്യനെ എപ്പടി കൊന്നിടും, അല്ലെങ്കിൽ അവൻ എപ്പടി ചത്തിടും എന്ന് നമ്മൾ വിചാരിക്കാമെങ്കിൽ എന്നെ പറ്റും? ആ ഗണ്ണ് കൊണ്ട് നമുക്ക് യാതൊരു ഫലമേ கிடைக்குമോ? അത് கிடைக்காது. അതേപോലെ തന്നെ നമ്മൾ ആണ്ടവരിൽ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ பார்க்கறது അവൻ്റെ ശക്തി നമുക്ക് கிடைக்கும். അവൻ്റെ ശക്തിയുടെ വലിപ്പം എത്ര? അവൻ്റെ ശക്തിയുടെ വലിപ്പം എന്ന് ചൊല്ലിയാൽ നമുക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വചനം വാസിക്കുമ്പോൾ അവൻ താൻ ഈ ലോകത്തെ മുഴുവനും ഉണ്ടാക്കിയത്.
ഈ സൃഷ്ടി താൻ അവൻ ഉണ്ടാക്കിയത്. അതായത് നമ്മൾ കാണുന്നതും കാണാത്തതും എല്ലാതും, അത് സ്വർഗത്തിലും ഭൂമിയിലും ഈ സമുദ്രത്തിലും ഉള്ള എല്ലാത്തെയും അത് മറ്റുമല്ല, സമുദ്രത്തെയും അതായത് ലോകത്തെയും അല്ലെങ്കിൽ യൂണിവേഴ്സിനെയും എല്ലാമേ സൃഷ്ടിച്ച ആര് താൻ? ആണ്ടവർ താൻ. അവന്റെ ബലമഹത്വം നമുക്കൊന്ന് നോക്കിക്കുക. അത് എപ്പടി അയച്ച് അവന്റെ വാക്കാൽ, അവൻ കൈകൊണ്ട് പണിയതല്ല, അവൻ ചൊല്ലി, അവന്റെ വാക്ക്, അവന്റെ വചനം ചൊല്ലിയപ്പോൾ അതെല്ലാമേ ഉണ്ടായച്ച്. അന്നേരം നമ്മൾ വിസാരിച്ചിട്ട് അവന്റെ ശക്തി എത്ര വലുതാണെന്ന്. അത് തന്നെ ചൊല്ലു. നിങ്ങൾക്ക് എന്തോ നിങ്ങൾ എന്നാ പഠനമെന്നാ ചൊല്ലിയിരിക്കുന്നത്? അവന്റെ ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പടി നീ ശക്തിപ്പെടണം. അപ്പടി നിനക്ക് അപ്പടി വിശ്വാസം വരുമ്പോൾ നീ എന്നാ പറ്റും? ശക്തിപ്പെടും. നീ ശക്തിപ്പെടുമ്പോൾ നമുക്ക് ആരെയും ഭയം വരാതെ, അതായത് നമ്മൾ വിചാരിക്കണം, നമ്മൾ എന്നെ വിചാരിക്കണം, നമ്മുടെ ശത്രു ആര്? നമ്മുടെ ശത്രു പിശാചിതാൻ. നമ്മുടെ ശത്രുവായ പിശാചിനെ നമുക്ക് തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവനെ കീഴ്പ്പെടുത്തണം എന്ന് നമ്മൾ വിചാരിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ പറയണം? നമുക്ക് ശക്തി വേണം. എത്ര ശക്തി വേണം? പിശാചിനേക്കാൾ ശക്തി വേണം. പിശാചിന് എത്ര ശക്തി ഇരിക്കുന്നത് നിനക്ക് தெரியுமா? അവൻ അത്ഭുതങ്ങൾ അവൻ ഈ ലോകം അവൻ താൻ യേശു കർത്താവായ ആണ്ടവരായ യേശു ക്രിസ്തുവിനോട് എന്ത് ചെയ്തത്? ഇതെല്ലാം എനിക്ക് തന്നിരിക്കുന്നത് എൻ്റെ ശക്തി താൻ, ഇതെല്ലാം എൻ്റേതാൻ. അവന് അത്രയും അവൻ ആണ്ടവർ, ആ ആണ്ടവർ താൻ അവനെ മെനഞ്ഞാച്ച്, അവനെ ഉണ്ടാക്കിയാച്ച്. ആണ്ടവരായ യേശു ക്രിസ്തു താൻ അവനെ ഉണ്ടാക്കിയാച്ച്. അവൻ ആണ്ടവരായ യേശു ക്രിസ്തു താൻ അവനെ ജീവൻ കൊടുത്താച്ചേ. ആണ്ടവരായ യേശു ക്രിസ്തു താൻ അവനെ സ്വർഗദൂതൻ ആക്കിയാച്ചേ. അവന് എത്രമാത്രം ശക്തി ഇരിക്കുമെന്ന് അത് സ്വർഗദൂതന്മാർ മറ്റുമല്ല. ആ സ്വർഗദൂതന് എന്നത് അവൻ സ്വർഗദൂതന്മാരുടെ സൈന്യങ്ങളുടെ തലവനായിരുന്നാച്ചേ. അതായത് സ്വർഗദൂതന്മാർ എത്ര ഇരിക്കുമെന്ന് നമുക്ക് தெரியுமா? നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ച സ്വർഗത്തിൽ എത്ര ദൂതന്മാരിരിക്കുന്നു? സ്വർഗത്തിലെ ദൂതന്മാരുടെ എണ്ണം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വാസിക്കുമ്പോൾ 1000 1000 10000 എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണമേ கிடைக்காது. അതായത് യോഹന്നാന്റെ ഭാഷയിൽ എന്നാ சொல்லுது? അവൻ അതിന് എണ്ണമേ അവന് தெரியாது. അവൻ അവരെ பார்த்து കഴിഞ്ഞപ്പോൾ അവന് എണ്ണമേ தெரியாது. അവന് എപ്പടി എണ്ണി അത് എണ്ണമെന്ന് അവന് தெரியாது. കാരണം അവൻ എണ്ണി பார்த்துട്ടും ആ എണ്ണം അവന് മുടിക്കാൻ പറ്റാതെ. അപ്പടിയുള്ള ദൂതന്മാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏഞ്ചൽസിനെയും ഈ സാത്താൻ, ഈ പിശാച് അവരെ അവൻ താൻ ഇവർക്ക് കമാൻഡ് ചെയ്യുന്നേ. അവൻ എല്ലാം ഓർഡർ പണ്ടുന്നേ അവൻ തന്നെ ആണ്ടവർ അവനെ സേനാപതിയാക്കി അവനെ വെച്ചിരുന്നേ. ആ സേനാപതിയായവൻ അവൻ എന്നാ ചെയ്തു? അവൻ പാപം ചെയ്തു. അവൻ വിചാരിച്ചു, എനിക്ക് ഒരു പെരിയ സേന ഇരിക്കെ, എണ്ണിക്കൂടാത്ത ഒരു സൈന്യം എൻ പക്കത്തിലേക്ക്. എണ്ണിക്കൂടാത്ത സൈന്യം, സ്വർഗദൂതന്മാർ, അത് എണ്ണിക്കൂടാത്ത സൈന്യം താൻ. അതിൻ്റെ എണ്ണം നമുക്ക് ഇതുവരെ தெரியாது. ആ എണ്ണിക്കൂടാത്ത സൈന്യത്തിൻ്റെ ഞാൻ തലവൻ താൻ. അങ്ങനെ എനിക്ക് എത്ര ശക്തി கிடைக்கும்? നീ ഒന്ന് വിചാരിച്ചു നോക്കിയ ഒരു സേനാപതിക്ക് എത്രമാത്രം ശക്തി. അവൻ ഉണ്മ ചെയ്യേണ്ട അവന്റെ സൈന്യമേ എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നാൽ അവൻ പാവം ചെയ്ത മൂലം നമുക്ക് തിരിയും വചനത്തിൽ சொல்லுது, അവന്റെ 1/3 അവന്റെ കൂടെ കീഴെ പോന്നാച്ചു. അതായത് സ്വർഗത്തിലെ ഇപ്പം എത്ര 2/3 സ്വർഗദൂതന്മാർ താനിരിക്കെ, 2/3 സ്വർഗദൂതന്മാരിരിക്കെ, 1/3 സ്വർഗദൂതന്മാർ ആരുടെ കൂടെ ഇരിക്കെ? പിശാചിന്റെ കൂടെ. ഈ 2/3 ഈ സ്വർഗദൂതന്മാരുടെ എണ്ണമേ നമുക്ക് கிடைக்காது. 2/3 സൈന്യങ്ങളുടെ എണ്ണമേ கிடைക്കാതിരിക്കുമ്പോൾ 1/3 സൈന്യങ്ങളുടെ എണ്ണം എത്ര கிடைக்குമോ? അതിൻ്റെ പകുതി അത് നമുക്ക് എന്ന് വിചാരിക്കാം. പക്ഷെ എത്ര പകുതി?
നമ്മൾ വിചാരിക്കണം, നമ്മൾ ഈ പിശാച് താൻ നമ്മളുടെ ഓരോരുത്തരുടെയും അടുത്തേക്ക് നമ്മുടെ ഓരോരുത്തരുടെ കൂടെ ഒരു പിശാചിനെ, കുട്ടി പിശാചിനെ, അല്ലെങ്കിൽ ഫാളൻ ഏഞ്ചൽ, അല്ലെങ്കിൽ വീണുപോയ സ്വർഗദൂതന്മാർ നമ്മുടെ കൂടെ ഇരിക്കും. അവൻ്റെ വേല എന്താണ് ശ്രീമാ? നമ്മളെ തപ്പ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ശൈത്താൻ, പിശാചിന് ഈ ലോകം മുഴുവനും ഭരിക്കാനുള്ള കഴിവിൽ അവൻ രാജാവായിട്ട് അവൻ ഒരിടത്ത് ഇരിക്കുക. അവൻ എല്ലാവരുടെ പക്കത്തിൽ പോവാതെ ആര് താൻ പോകുന്നത്? അവൻ്റെ സൈന്യം, അവൻ്റെ ദൂതന്മാർ താൻ പോകുന്നത്. അവർ താൻ നമ്മളെ തപ്പാക്കുന്നത്. ഒരാൾ നമ്മുടെ കൂടെ ഇരിക്കുക, വേറൊരു ദൂതൻ കൂടെ ഇരിക്കുക. ഏതറിയാമോ? പിശാചിന്റെ വേറൊരു ദൂതൻ അംഗീകരിക്കാൻ தெரியுமா? അവൻ താൻ ഈ പിശാച് ചെല്ലുന്ന എല്ലാ വിവരവും ആരുടെ പക്കത്തേക്ക് കൊടുക്കുക? പിശാചിന്റെ പക്കത്തേക്ക് കൊടുക്കുക. അങ്ങനെ ഒരാളുടെ പക്കത്തിൽ തന്നെ രണ്ട് വീണ പിശാച്, ചിന്ന പിശാചിരിക്കും. നീ ഒന്ന് പാത്ത് നോക്കിയേ. അതിലും ജാസ്തി ഇരിക്കെ അതെനിക്ക് തിരിയാതെ, പക്ഷെ ഞാൻ വചനത്തിന് അടിസ്ഥാനത്തിൽ ഇപ്പം 2 പിശാച് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മളെ കൊണ്ട് തപ്പ് പണിക്കുക. രണ്ടാമത്തത്, നമ്മുടെ വിവരം ആരുടെ ചൊല്ലുക? പിശാചിനോട് ചൊല്ലുക. എന്നിട്ട് ആ പിശാച് എന്നാ ചൊല്ലുക? എല്ലാമേ ആണ്ടവരായ തകപ്പനായ ആണ്ടവരുടെ അടുത്ത് പക്കൽ ചെന്നിട്ട് അവനോട് എല്ലാം ചൊല്ലുക. ഇവർ നോക്ക്, നിന്റെ മക്കൾ താൻ ഇവർ രണ്ട് പാവം പണ്ണത്, ഇന്ന പാവം പണിയാச்சு, ഇന്ന പാവം പണിയാச்சு, ഇന്ന പാവം പണിയാச்சு, ഇന്ന പാവം പണിയാச்சு. അതായത് നിന്റെ കണക്ക് മുഴുവനും ആ പിശാച് അങ്ങ് കൊണ്ട് ആണ്ടവരായ തകപ്പനായ ആണ്ടവരുടെ മുമ്പിൽ വെച്ചു. എത്ര ഭയത്തോട് നമുക്ക് ജീവിക്കണം. അതായത് നമ്മളെ പാക്കുന്ന പിശാച് നമ്മുടെ കൂടെ ഇരിക്കെ. ഈ ആണ്ടവരുടെ ദൂതന്മാരെ പറ്റി ഞാൻ നാളേക്ക് ചൊല്ലിടാം. എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞിരിക്കും. ഞാൻ എന്നാ ചൊല്ലുന്നത്? നമുക്ക് ഇവിടെ നമ്മൾ വാസിക്കുന്ന വചനം എന്ന് ചൊല്ലിയാൽ നമ്മൾ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അതായത് നമ്മൾ കർത്താവിലും, അതായത് ആണ്ടവരായ യേശു ക്രിസ്തുവിലും അവൻ്റെ അമിത ബലം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ശക്തി, ചിന്ന ശക്തിയല്ല, ഭയങ്കരമായ ശക്തി. ആ ശക്തിയെ പറ്റി വിവരിക്കാൻ മുടിയാതെ ആ അമിത ബലത്തിൽ നിങ്ങൾ എന്നാ പണമെന്ന് ചൊല്ലിയത്? അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. നമുക്ക് ശക്തിപ്പെടാൻ അവൻ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ശക്തിപ്പെടും. അതായത് നമുക്ക് എങ്കിൽ ഞാൻ വെച്ചിടാം. നമ്മൾ ഇന്ന് നമ്മൾ പിശാചിനെ പറ്റി നമ്മൾ പഠിച്ചാച്ചേ. ഷെയ്ത്താൻ പിശാച് എന്നെ പണ്ണുക, എപ്പടി നമ്മളോട് പെരുമാറുക, എപ്പടി നമ്മളെ എപ്പടി നമ്മളെ തപ്പായ വഴിയിൽ നടത്തുക എന്ന് നമ്മൾ കേട്ടാച്ചേ. ആണ്ടോടെ നാം മഹിമപ്പെടുമാറാകട്ടെ. അവൻ അപരിവൻ, അവൻ്റെ ശക്തിയിൽ നമുക്ക് ശക്തിപ്പെടാം. അവൻ്റെ നാമം ബഹുത്തപ്പെടുമാറാകട്ടെ. ആമീൻ.